വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർ, വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഭാസമൂഹമായിരുന്നു ഫിലിപ്പിയിലുണ്ടായിരുന്ന സഭ. ആ സഭയിലുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ എപ്പോഴും അനുസരണയോടുകൂടെ വർത്തിക്കുവിൻ. ഞാൻ അടുത്തുണ്ടായിരുന്നപ്പോൾ അനുസരണയോടുകൂടിയാണ് വർത്തിച്ചിരുന്നത്. ഞാൻ അകന്നിരിക്കുമ്പോഴും അനുസരണയുടെ അരൂപി നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും. അനുസരണ എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ്റെ ആയുധമാണ്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ്റെ ആയുധമാണ് അനുസരണം. ദൈവവചനത്തോടുള്ള അനുസരണമാണ് നമുക്ക് രക്ഷയിൽ ജീവിക്കാൻ അനുഗ്രഹം നൽകുന്നത്. രക്ഷയുടെ വഴിയെ നടക്കുവാൻ, രക്ഷയിൽ എത്തിച്ചേരുവാൻ, ആ വഴിയിൽ നടക്കുവാൻ, ആത്യന്തികമായി ദൈവസന്നിധിയിലെ ആ രക്ഷ സ്വീകരിക്കുവാൻ. അത് അനുസരണം എന്ന അഭിഷേകത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. കുഞ്ഞുനാൾ മുതലേ അനുസരണം പരിശീലിക്കണം. പ്രായം ഏറിയാലും നമ്മൾ അനുസരണയുള്ളവരായിരിക്കണം. മരിക്കാൻ കിടക്കുമ്പോഴും അനുസരണയുള്ളവരായിരിക്കണം. ആത്യന്തികമായി നമ്മൾ അനുസരിക്കേണ്ടത് എന്തിനെയാണ്? ദൈവവചനത്തെയാണ്. ഭയത്തോടും വിറയലോടും കൂടെ അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുവിൻ എന്നാണ് പറയുന്നത്. ആകയാൽ നമുക്ക് വചനാനുസരണത്തിൻ്റെ കൃപയുള്ളവരായി ജീവിക്കാം. വചനം അനുസരിക്കാത്തവർ പൈശാചികതയിലാണ് ജീവിക്കുന്നത്. അവർ അന്തരീക്ഷ ശക്തികളുടെ അധീശനെയാണ് അനുസരിക്കുന്നത് എന്ന് പറയുന്നത് പൗലോസ് ശ്ലീഹ തന്നെ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അന്തരീക്ഷ ശക്തികളെ കീഴ്പ്പെടുമ്പോഴാണ് അനുസരണക്കേടിൻ്റെ അരൂപി, അനുസരണ ഇല്ലായ്മയുടെ അരൂപി ഉണ്ടാകുന്നത്. നമുക്ക് ദൈവവചനത്തെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാ രൂപിയാണ് നമുക്കുണ്ടാകുന്നത്. ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാ ആ രൂപിയിൽ നിറഞ്ഞ അനുസരണയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് നമുക്കൊന്ന് സ്വയം നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് അവലോകനം ചെയ്യാം. എൻ്റെ ഉള്ളിൽ ഈ അനുസരണയുടെ അരൂപിയുണ്ടോ, അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ അരൂപിയാണോ ഉള്ളത്? അനുസരണയുടെ അരൂപിയാണെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. അനുസരണക്കേടിൻ്റെ അരൂപിയാണ് എന്നിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അശുദ്ധാരൂപിയിൽ നിന്നാണ് അത് വരുന്നത്. ആകയാൽ അനുസരണയുടെ അരൂപിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുസരണയുടെ അരൂപിയാൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.